ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഇൻഫോ പാർക്കിലേക്ക് 15 മിനിറ്റ് ഡ്രൈവ്, ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 4 സെന്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 10ലധികം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ ഒരു വീടാണിത്. ഈ വീടിന്റെ 2 സൈഡിലും റോഡാണ് വരുന്നത്. ഈ വീടിന് 2 ഗേറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് 4.5 മീറ്റർ ഓപ്പണിംഗ് ഉള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ഗേറ്റ് വരുന്നത്. 1 മീറ്ററിലധികം വിഡ്ത്താണ് ഈ ഒരു ഫോൾഡിംഗ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയായിട്ടാണ് ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിരിക്കുന്നത്. 15.8 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു കാർ പോർച്ചിനുള്ളത്. ഇത് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വന്നിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഫ്ലോർ വളരെ മനോഹരമാക്കാൻ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പെബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ സൗത്ത് സൈഡിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് 6.5 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നത്. ഒരു ചെറിയ കാർ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഇവിടെ കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു വെജിറ്റബിൾ ഗാർഡനോ വല്ലതും സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് നമ്മളിനി വരുന്നത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. ഇവിടെ സൗത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായി ചെയ്ത വളരെ മനോഹരമായ ഒരു മെയിൻ ഡോറാണ് ഇവിടെയുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡും. ഈ ലിവിംഗ് സ്പേസിൻ്റെ ഇവിടെയായിട്ട് ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ട് റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ വരുന്നത് വളരെ വലിയൊരു ഡൈനിങ് സ്പേസിലേക്കാണ്. 12.5 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിൽ ഇൻവെർട്ടറിനുള്ള പോയിന്റും ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും നൽകി മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് മെയിൻ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 12 അടി നീളവും 7 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിലുള്ളത്. നോർത്തിലേക്കാണ്
സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അതേപോലെ ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മെയിൻ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് ഈ വീടിന് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 13.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വാൾഡ്രോബ് കാണാം. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൻ്റെ എൻഡിലായിട്ട് ഒരു ഓഫീസ് ടേബിൾ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഉള്ളത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ടൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഡോർ യൂട്ടിലിറ്റി സ്പേസിൻ്റെയാണ്. 2ാമത്തേത് ബെഡ്റൂമിൻ്റെയാണ്. ഇവിടെയായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡോർ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ മെയിൻ ബെഡ്റൂമിലേക്ക് വരാം. ഇത് സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 15 അടിയിലേറെ നീളവും 14 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്ത വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്ത വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 8 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, കിൻഫ്രയിലേക്ക് 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്.
4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.